നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാം തീർന്നെന്ന് കരുതിയ ആ നിമിഷം, എല്ലാവരും അങ്ങ് മരണം മുന്നിൽ കണ്ട നിമിഷം, ചിലരെല്ലാം ദൈവത്തെയും വിളിച്ചു. മറ്റു ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവസാന സന്ദേശങ്ങളും അയച്ചു. വിമാനത്തിന്റെ എഞ്ചിനിൽ തീയും വലിയ സ്ഫോടന ശബ്ദവും. ആരായാലും പേടിച്ചു പോകും. ഗ്രീസിലെ ദ്വീപായ കോർഫുവിൽ നിന്ന് ജർമ്മൻ നഗരമായ ഈ ഡസൽഡോർഫിലേക്ക് പറന്നുയർന്ന വിമാനത്തിലുണ്ടായ എഞ്ചിൻ തകരാറ് കുറച്ചൊന്നുമല്ല യാത്രക്കാരുടെ ഉള്ളിൽ തീ കോരിയിട്ടത്. 273 യാത്രക്കാരെയും 8 ജീവനക്കാരെയും വഹിച്ചുള്ള ബോയിംഗ് വിമാനത്തിന്റെ വലത് എഞ്ചിൻ ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ച് തീ പടർന്നു. സംഭവത്തെ തുടർന്ന് വിമാനം ഇറ്റലിയിലെ ബ്രിൻഡിൻസിയിൽ അടിയന്തരമായി ഇറക്കുകയും ചെയ്തു. കോണ്ടോർ എയർലൈൻസിന്റെ DE3655 വിമാനത്തിലാണ് ഞായറാഴ്ച ഈ സംഭവം നടന്നത്. ടേക്ക് ഓഫ് ചെയ്തത് 4 മിനിറ്റിനുള്ളിൽ 3850 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള തീപ്പൊരികളും തീയും വരാൻ തുടങ്ങിയത്. വിമാനത്തിനുള്ളിലെ ദൃശ്യങ്ങളിൽ എഞ്ചിനിൽ നിന്ന് തീജ്വാലകൾ പുറത്തേക്ക് വരുന്നതും കടലിന് മുകളിലൂടെ പറക്കുന്ന വിമാനം ശക്തമായി കുലുങ്ങുന്നതും കാണാം. ക്യാബിനുള്ളിൽ വൈദ്യുതി നിലയ്ക്കുകയും വലിയ പൊട്ടിത്തെറികൾ കേൾക്കുകയും ചെയ്തതോടുകൂടി യാത്രക്കാർ പരിഭ്രാന്തരായി. പലരും തങ്ങളുടെ അവസാന സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അയച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇത് അവസാനമെന്ന് കരുതി ഞാൻ പ്രിയപ്പെട്ടവർക്ക് സന്ദേശങ്ങൾ അയച്ചു. അതൊരു ഭീകരാനുഭവമായിരുന്നു. വിമാനത്തിൽ മക്കളോടൊപ്പം യാത്ര ചെയ്ത ഒരു സ്ത്രീ പറഞ്ഞു, പെട്ടെന്ന് ഞങ്ങൾ ഒരു വലിയ ശബ്ദം കേട്ടു. തുടർന്ന് എഞ്ചിനിൽ നിന്ന് തീ പുറത്തേക്ക് വന്നു. അത് വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു എന്നും മറ്റുള്ള യാത്രക്കാരും അത് വിവരിക്കുകയുമായിരുന്നു എന്നും പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ യാത്ര അനുഭവപ്പെട്ട അല്ലെങ്കിൽ യാത്ര ചെയ്ത ചിലരുടെ നില പോലും തെറ്റി, മാനസികാവസ്ഥ പോലും വളരെ മോശാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. യാത്രക്കാർ ഭയന്നു വിറച്ചെങ്കിലും പൈലറ്റുമാർ വിമാനം വലത്തോട്ട് തിരിച്ച് കോർഫു വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് സമാന്തരമായി തിരികെ ഇറക്കുകയായിരുന്നു. ആ സമയത്ത് വിമാനത്താവളത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 8000-ഓളം അടി ഉയരത്തിൽ പറന്ന ശേഷമാണ് ഇറ്റലിയിലെ ബ്രിൻഡിൻസി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത്. എഞ്ചിൻ തകരാറ് കാരണം ഈ ഡസൽഡോർഫ് വരെ യാത്ര ചെയ്യുക സാധ്യമല്ലായിരുന്നു. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിന് കോണ്ടോർ എയർലൈൻസ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. എഞ്ചിനിലുണ്ടായ തീപിടുത്തത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ജനം ഞെട്ടലോടുകൂടി തന്നെയാണ് ഇപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. സത്യത്തിൽ ജീവനോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നും പറയുന്നവരുണ്ട്. ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവ വികാസം. കൃത്യമായി പൈലറ്റിന്റെ കൃത്യമായ മനസാന്നിധ്യം തന്നെയാണ് ഈ 278 ആളുകൾക്കും ഉണ്ടായ ജീവൻ തിരികെ കിട്ടിയ ഈ സംഭവം. കാരണം മരിച്ചു എന്ന് തന്നെയാണ് പലരും കരുതിയിരുന്നത്. പക്ഷെ അവിടെ നിന്നും പുനർജനിക്കുകയായിരുന്നു എന്നാണ് യാത്രക്കാർ എല്ലാവരും ഒന്നടങ്കം പറയുന്നത്.